നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ സംസ്ഥാന CPM-ൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി M സ്വരാജ് പരാജയപ്പെട്ടാൽ പിണറായിക്കെതിരെ വീണ്ടും ഒരു യുദ്ധനീക്കം നടത്താനാണ് MA ബേബിയുടെയും കൂട്ടരുടെയും പരിപാടി. അതിന് MV ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രബലരുടെയും അതോടൊപ്പം തന്നെ കണ്ണൂർ ലോബിയിലെ KK ശൈലജ, MV ജയരാജൻ, P ജയരാജൻ എന്നിവരുടെയും പിന്തുണ MA ബേബി പ്രതീക്ഷിക്കുന്നുണ്ട്. നിലമ്പൂരിൽ M സ്വരാജ് പരാജയപ്പെട്ടാൽ അടുത്ത തവണ LDF സർക്കാർ, മൂന്നാം പിണറായി സർക്കാർ വരില്ല എന്ന ഉറപ്പ് ഏറെക്കുറെ പാർട്ടിക്കുണ്ടാകും. അന്നുമാത്രമല്ല, മൂന്നാം പിണറായി സർക്കാരിന് സാധ്യതയില്ലെന്നുള്ള വലിയ പ്രചരണം ജനങ്ങൾക്കിടയിലും ഉണ്ടാകും. അത് പിണറായി വിജയനെ ദുർബലപ്പെടുത്തുമെന്ന് MA ബേബിക്കും കൂട്ടർക്കും നന്നായി അറിയാം. അതുകൊണ്ട് നിലമ്പൂരിൽ M സ്വരാജിൻ്റെ പരാജയം കാത്തിരിക്കുന്നത് MA ബേബിയും കണ്ണൂർ ലോബിയിലെ പിണറായി വിരുദ്ധരുമാണെന്നാണ് ഇപ്പോൾ CPM-ൽ നിന്നും ലഭിക്കുന്ന വിവരം. പിണറായി വിജയനെ അശക്തനാക്കണമെങ്കിൽ, അദ്ദേഹത്തെ തള്ളി ഒരു മൂലയ്ക്കാക്കണമെങ്കിൽ നിലമ്പൂരിലെ പരാജയം അനിവാര്യമാണ്. നിലമ്പൂരിൽ M സ്വരാജ് ജയിച്ചാൽ പിന്നെ പിണറായിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. മൂന്നാം പിണറായി സർക്കാർ ഇതാ യാഥാർത്ഥ്യമായി എന്നുള്ള കൊണ്ടുപിടിച്ച പ്രചരണം കേരളം മുഴുവൻ നടക്കും. അത് മൂന്നാമത്തെ പിണറായി സർക്കാരിലേക്ക് നയിക്കുകയും 2026 തെരഞ്ഞെടുപ്പിൽ ആ പ്രചരണം വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂരിൽ എന്ത് വില കൊടുത്തും M സ്വരാജ് പരാജയപ്പെടണമെന്ന് തന്നെയാണ് പിണറായി വിരുദ്ധർ ആഗ്രഹിക്കുന്നത്. പിണറായി വിരുദ്ധരുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സാക്ഷാൽ MA ബേബി തന്നെയാണ്. MV ഗോവിന്ദനാവട്ടെ രണ്ട് വള്ളത്തിലും കാലുവച്ച് നിൽക്കുകയാണ്. പിണറായിയെ പിണക്കാനും വയ്യ, എന്നാൽ ബേബിയുടെ കൂടെ നിൽക്കുകയും വേണം. പിണറായിയെ പരസ്യമായി പിണക്കിയാൽ MV ഗോവിന്ദന്റെ ചീട്ട് പിണറായി ആ നിമിഷം കീറും. അതുകൊണ്ട് തപ്പിത്തടഞ്ഞ് തട്ടിമുട്ടി പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുകയും മനസ്സ് MA ബേബിക്കും പിണറായി വിരുദ്ധ കണ്ണൂർ ലോബിക്കും കൊണ്ടുപോയി നൽകുകയുമാണ് MV ഗോവിന്ദൻ ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂരിലെ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ, നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥി M സ്വരാജ് പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ മുന്നോട്ടുള്ള പോർക്ക് അത്ര സുഗമമായിരിക്കില്ല എന്നാണ് പാർട്ടിയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. പിണറായി വിജയൻ ഇനി നിരന്തരം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഭയവും അദ്ദേഹത്തിനുണ്ട്. M സ്വരാജ് പരാജയപ്പെടുകയാണെങ്കിൽ ഭരണം പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ആധിപത്യവും മുഹമ്മദ് റിയാസിൻ്റെ ഇടപെടലുകളും പാർട്ടി തലത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതുണ്ടാകുന്നത് പിണറായി ഭരണത്തിൽ നിന്ന് പോകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഏത് വിധനെയും അത് ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വിഷയമൊക്കെ എടുത്തിട്ട് UDF-നെ ചിന്താകുഴപ്പത്തിലാക്കുക, അല്ലെങ്കിൽ UDF-നെ പ്രതിരോധത്തിലാക്കുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും നിലമ്പൂരിൽ ജയിച്ചു കയറുക എന്നുള്ള പിണറായിയുടെ ഉദ്ദേശത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായാണ്. മുസ്ലിം ലീഗിനെ പോലും UDF-നെതിരെ തിരിക്കാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ആരോപണം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നതെന്നാണ് CPM കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂരിൽ സ്വരാജ് പരാജയപ്പെട്ടാൽ പിന്നെ പിണറായിയുടെ പിടി സർക്കാരിലും പാർട്ടിയിലും അയയും. പിണറായിയുടെ പിടി അയഞ്ഞാൽ ഇപ്പോൾ ദുർബലരായി നിൽക്കുന്ന പിണറായി വിരുദ്ധരെല്ലാം അദ്ദേഹത്തിന് മേൽ ചാടി വീഴും. അതിന് നേതൃത്വം നടക്കുന്നത് MA ബേബി ആയിരിക്കും, P ജയരാജനായിരിക്കും, EP ജയരാജനായിരിക്കും, KK ശൈലജയായിരിക്കും. അതുപോലെ തന്നെ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളും നേതാക്കളും പിണറായിക്കെതിരെ ചാടി വീഴാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന ആഗ്രഹവുമായാണ് പിണറായി മുന്നോട്ട് പോകുന്നതെങ്കിലും എങ്ങനെയെങ്കിലും നിലമ്പൂരിൽ തോക്കണമെന്ന ആഗ്രഹവുമായാണ് MA ബേബിയും സംഘവും മുന്നോട്ട് പോകുന്നത്.